കേരളത്തിലെ ട്രോളികളെ ഉണ്ടാക്കിയത് സായിപ്പോ അതോ അവരെ പെറ്റത് മദാമയോ? നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കേരളത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ എല്ലാ വർഷവും നടക്കാറുള്ള പുലിക്കളി ടെലികാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ലൈവ് ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ പ്രവർത്തകയും വരുന്നു. അവിടെ പുലിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അയാൾക്ക് മലയാളം അറിയില്ല എന്ന് മനസ്സിലാവുന്നു. അയാൾക്ക് അറിയാവുന്ന ഭാഷ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഇംഗ്ലീഷ് അറിയാമെന്ന്. ഇവർ അയാളോട് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് വേണ്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. ഈ ഒരൊറ്റ കാരണത്താൽ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ട്രോള് പരനാറികൾ ഇവരെ ട്രോളുന്നു. ഇവന്മാരൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ PhD എടുത്തവരാണോ, അതല്ലെങ്കിൽ ഇവർ ഡെയിലി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണോ? കുറെ കൊച്ചമ്മമാരും കുറെ ട്രോളികളും ഇവരെ ട്രോളി ആസ്വദിക്കുകയാണ്. എന്തിന്? ഇംഗ്ലീഷ് അറിയില്ല എന്നതുകൊണ്ട്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമാണല്ലോ ഇംഗ്ലീഷ് സംസാരിച്ച് ജീവിക്കാൻ. നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിന്റെ മാതൃഭാഷ മലയാളമാണ്. ആ കേരളത്തിലെ ഒരു മാധ്യമത്തിലാണ് അവർ ടെലികാസ്റ്റ് നടത്തുന്നത്. അവർ ദിവസവും ജനങ്ങളുമായി സംവദിക്കുന്നത് മലയാള ഭാഷയിലാണ്. അതിന്റെ കറക്റ്റായ ഉച്ചാരണത്തിലാണ് അവരെല്ലാവരും തന്നെ മലയാള ഭാഷ സംസാരിക്കുന്നത്. അല്ലാതെ അവിഞ്ഞ അല്ലെങ്കിൽ ഒരു മംഗ്ലീഷ് രീതിയിലല്ല അവരൊന്നും മലയാളം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന മലയാളം എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്നു. ഇനി ഒരു മലയാളിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു പ്രശ്നം? അവർ ജീവിക്കുന്നതും അവർ ജോലി ചെയ്യുന്നതും മലയാളത്തിന്റെ മാതൃഭാഷയായ കേരളത്തിലാണ്. ഇവിടെ ഭരണഭാഷ മലയാളമാണ്. 4,75,00,000 ആളുകൾ ഇന്ന് മലയാളം സംസാരിക്കുന്നുണ്ട്. ലോകം അംഗീകരിച്ച ഭാഷയാണ് മലയാളം. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷയായി മലയാളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ലാംഗ്വേജ്. ഇതെല്ലാം ഉള്ള മലയാളം UAEയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഭാഷ കൂടിയാണ് മലയാളം. അങ്ങനെ മലയാളം മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകോത്തര സംവിധായകൻ, കൊറിയൻ സംവിധായകൻ കിം കി ഡോക്ക്. അദ്ദേഹത്തിന് കൊറിയൻ മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ. അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, മറ്റൊരു ലാംഗ്വേജും അയാൾക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് അയാള് പ്രഗത്ഭനായില്ലേ, ലോകം അറിയപ്പെടുന്ന സംവിധായകനായില്ലേ. അയാള് കൊറിയൻ ഭാഷയിലാണ് ഏത് രാജ്യത്ത് പോയാലും സംസാരിക്കുക. അയാളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ അപ്പുറത്തുണ്ടായിരിക്കും. അതാണ് ടാലന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഭാഷ അറിയില്ല എന്ന് വെച്ച് ഒരുത്തനെ അടിച്ചമർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. എന്തൊരു കഷ്ടമാണ്. നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് ഈസ് ദ ഗ്ലോബൽ ലാംഗ്വേജ്, സമ്മതിക്കുന്നു. എന്നാൽ അവർ ജോലി ചെയ്യുന്നത് കേരളത്തിലല്ലേ? അവിടെയാണ് പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യൻ പുറമേക്ക് ജോലിക്ക് പോകുമ്പോൾ അവന് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. 100% അംഗീകരിക്കുന്നു. എന്നാൽ ഇവിടെ കേരളത്തിലേക്ക് വരുന്നവർക്ക് എന്തുകൊണ്ട് നിർബന്ധമായി മലയാളം അറിഞ്ഞിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ അവരല്ലേ മലയാളത്തിൽ സംസാരിക്കേണ്ടത്? ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം, ഇങ്ങോട്ട് വരുന്നവരോട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി എന്ന് മലയാളികൾ പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കണം മലയാളികൾക്ക് എന്നാണ്. അല്ലാതെ അവർ ഒരു ദിവസം ഏതെങ്കിലും ഒരു കാട്ടറബിയോ അല്ലെങ്കിൽ ഒരു തേങ്ങയിലെ സായിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് ഇംഗ്ലീഷിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമില്ല മലയാളിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളിക്ക് മലയാളിയുടേതായ അന്തസ്സുണ്ട്, ഭാഷയ്ക്ക് അന്തസ്സുണ്ട്. ആ അന്തസ്സിൽ നിന്നിട്ട് വേണം മലയാളികൾ സംസാരിക്കുന്നത്. മലയാളികൾ എവിടെയും പോയിട്ടല്ല മലയാളം സംസാരിക്കുന്നത്. മലയാളികളുടെ ജന്മനാടായ കേരളത്തിലാണ് മലയാളം സംസാരിക്കുന്നത്, അല്ലാതെ പുറത്തു പോയിട്ടല്ല. അപ്പൊ മലയാളികളോട് മലയാളം സംസാരിക്കുക അവരാണ് പഠിച്ചിരിക്കേണ്ടത്. അല്ലാതെ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ട്രോളുന്ന പരനാറികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയത് സായിപ്പോ അതോ മദാമയോ എന്ന് തന്നെയല്ലേ? ഇത് കേരളമാണ് സാർ. ഇവിടെ ഞങ്ങൾ മലയാളം സംസാരിക്കൂ, ഇവിടെ ഞങ്ങൾക്ക് മലയാളം മതി. നമ്മൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ കാണുന്നതാണ്, നിങ്ങൾക്ക് മലയാളം സംസാരിക്കാം, നിങ്ങൾക്ക് അത് അങ്ങനെ സംസാരിക്കാം, 3 മാസം കൊണ്ട് എന്തിനേ? നിങ്ങൾക്കൊരു ശക്തമായ ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കില്ല്, അതായത് ഭാഷാ സ്കില്ല് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ മാറ്റി നിർത്തി നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് കഴിവില്ലാത്തവരാവുന്നത്? ഒരു ചിത്രം വരയ്ക്കാൻ അറിയുന്നവൻ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും കല ചെയ്യാൻ പാടാൻ അറിയുന്നവൻ
ഇതൊക്കെ ഭാഷ അറിഞ്ഞിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അവർക്ക് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭാഷയിലൂടെ മാത്രമല്ല മനുഷ്യൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പല രീതിയിലും മനുഷ്യൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഇവിടെ ഊമകളില്ലേ, ഇവിടെ ബധിരരും മൂകരും ഇല്ലേ. ലോകം അറിയപ്പെടുന്ന സംഗീതജ്ഞൻ എന്ന് പറയുന്ന ആൾക്ക് കണ്ണും കാടില്ല കാതും കേൾക്കില്ല, ബീത്തോവൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ലോകം അറിയപ്പെട്ടില്ലേ. ഇതുപോലത്തെ ഊള ന്യായങ്ങളുമായി വന്ന് നല്ലവരായിട്ടുള്ള ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ട്രോളി ഇനി അവൻ്റെ ജോലി ഇല്ലാതാക്കണം. എല്ലാ തെണ്ടികൾക്കും നല്ല രീതിയിൽ ആളുകൾക്ക് ജോലി ചെയ്യുന്നത് കണ്ണിൽ പിടിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ജോലിനെ എങ്ങനെയെങ്കിലും ആ മാധ്യമത്തിൽ നിന്ന് അവരെ പുറത്താക്കി കഴിഞ്ഞാൽ ഉമ്മാർക്ക് സന്തോഷമായി. നാണമില്ലാത്ത പരനാറികളെ, ട്രോളികളെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അല്പമെങ്കിലും ജനിച്ച ഭാഷയോട്, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയായ മലയാളത്തോട് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.